ബ്ലാക്ക് ബേർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പാർട്ണർഷിപ്പ് റിട്ടയർമെൻറ്റ് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് സ്കോർ ആകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് 3 പേരാണ് പാർട്ട്നേഴ്സ്. വേർ ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 4:3:2. ഇവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 7200, എക്സിൻ്റെ ക്യാപിറ്റൽ 20,000, വൈയുടെ ക്യാപിറ്റൽ 15,000, ഇസഡിൻ്റെ ക്യാപിറ്റൽ 10,000. ക്യാഷ് അറ്റ് ബാങ്ക് 6,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 6,500, പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെറ്റ്സ് ഇവിടെ നിൽപ്പുണ്ട് 300, അത് കുറച്ച് ബാക്കി 6,200. സ്റ്റോക്ക് 8,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 22,000. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 52,000. വൈ ആണ് ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്നത്. വൈ റിട്ടയർഡ് ഓൺ ദി അബൌവ് ഡേറ്റ് ആൻഡ് ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് സ്റ്റോക്ക് ബി ഡിപ്രീസിയേറ്റഡ് ബൈ 5%. സ്റ്റോക്കിൻ്റെ 5%, 8,000ൻ്റെ 5% കണ്ടെടുക്കണം ഇവിടെ. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെറ്റ്സ് ബ്രോട്ട് അപ്പ് ടു 10%. അത് ഒരു റെയർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് 6,500ൻ്റെ 10% കണ്ട് 650 ആക്കണേ. 300 നിൽക്കുന്ന 600, അതായത് 350 കൂടി ഈ വർഷം റിവല്യൂഷൻ അക്കൗണ്ടിൽ കാണിക്കണം. അതാണ് പ്രൊവിഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി അപ്രീസിയേറ്റഡ് 15%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15% കൂടിയത് റിവല്യൂഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ പ്രൊവിഷൻ ഫോർ 750 മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലീഗൽ ചാർജ്, ഒരു പുതിയ ലൈബിലിറ്റിയാണ്. 750 രൂപ ലീഗൽ ചാർജ് എന്നുള്ളത് ലൈബിലിറ്റി. അത് ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിലും കാണിക്കണം. റിവല്യൂഷൻ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഇൻക്രീസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഗുഡ് വിൽ ഓഫ് ദ ഫേമിൻ്റെ ഗുഡ് വില്ല് 10,800 ആണ്. ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്യുന്നില്ല, നേരെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. ഞാൻ അതവിടെ എഴുതിയിട്ടുണ്ട്. അഡ്ജസ്റ്റിംഗ് എൻട്രി താഴെ വർക്കിംഗ് നോട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ ഫേം, പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 28,000 ആണ്. അത് അതായത് ഈ നിലനിൽക്കുന്ന ഇവിടെ റിട്ടയർ ചെയ്യാത്ത മറ്റ് പാർട്ട്നേഴ്സ് 5/8 എന്നും 3/8 എന്നുമാണ് ഇത് ഷെയർ ചെയ്യുന്നത്, പ്രോപ്പർട്ടി ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഈ 28,000ന് 5/8 3/8 കണ്ട് അവരുടെ ക്യാപിറ്റൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഈ റിട്ടയർ എന്ന പാർട്ട്ണർക്ക് അപ്പം തന്നെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്. 4,500 രൂപ ക്യാഷായിട്ട് കൊടുക്കുന്നു. ബാക്കി അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ലോൺ അക്കൗണ്ടിൽ നിൽക്കുന്ന ബാലൻസ് 6% ഇൻട്രസ്റ്റിൽ കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ വൈയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ടു സ്റ്റോക്ക് 8,000ൻ്റെ 5% 400 വരും സ്റ്റോക്ക്. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെറ്റ്സ് 650 ഈ വർഷം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ 300 നിൽപ്പുണ്ട്. ബാക്കി 350 ഈ വർഷം ക്രിയേറ്റ് ചെയ്യണം പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെറ്റ്സ്. പിന്നെ ഇവിടെ ഒരു ലീഗൽ ചാർജസ് ഒരു ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ് 3,300. എന്നിട്ട് ഇതിൻ്റെ 3,300 ടോട്ടൽ. ബാക്കി പ്രോഫിറ്റ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോഫിറ്റ് 1,800. ഈ 1,800 ഇത് 4:3:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ വീതിച്ചു കൊടുക്കണം. അപ്പോൾ 800, 600, 400 വരും. ആ പ്രൊപ്പോർഷനിൽ വീതിക്കും. അങ്ങനെ 1,800 ഇങ്ങനെ റിവല്യൂഷൻ അക്കൗണ്ട് ചെയ്യുക. ഇനി പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ 20,000, 15,000, 10,000. റിവല്യൂഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി ഈ ഗുഡ് വില്ല് ഇവർക്ക് കൊടുക്കാനുള്ള, അതായത് ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ കൊടുക്കാനുള്ള ഗുഡ് വില്ല് ഇവരുടെ റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സിൻ്റെ ക്യാപിറ്റൽ 1,950, വൈയുടെ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. എക്സിൻ്റെ ഷെയറായിട്ട് 1,650, വൈയുടെ ഇസഡിൻ്റെ ഷെയറായിട്ടും അത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയും. 1,950 ഡെബിറ്റ് ചെയ്യുക. ഇവിടെ 1,650 ക്രെഡിറ്റ് ചെയ്യുക. ഇനി ഇവിടെ ബാലൻസ് 28,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ ബിസിനസ്സിൻ്റെ. അപ്പോൾ ഇവരുടെ ബാലൻസ് 17,500 വരും. മറ്റേയാളുടെ ബാലൻസ് 10,500. കാൽക്കുലേഷൻ ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് അപ്പം തന്നെ ക്യാഷ് ഡൗൺ പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നു. ബാക്കി ഇയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ബാക്കിയുള്ള 15,000 ട്രാൻസ്ഫർ ചെയ്യുക ലോൺ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇത് ടോട്ടൽ 20,800 വരും. ഇതിൻ്റെ ടോട്ടൽ 19,200, ദെൻ 12,150 വരും. ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആണ് ഈ ടോട്ടൽ 20,800, 19,200, ദെൻ
12,150. ഇനി ഇതുണ്ടോ ക്യാഷ് ഇത് 17,500 മതി ഇയാൾക്ക്. അപ്പോൾ ഇയാൾക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ക്യാഷ് 1,350 വിഡ്രോ ചെയ്യാം. ഈ വ്യക്തിക്ക് കുറവാണ് ഇവിടെ ബാലൻസ് ചെയ്യുമ്പം. അപ്പോൾ 1,750 ഇയാൾ കൊണ്ടുവരാവുന്നതാണ് ബൈ ക്യാഷ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മളിവിടെ ക്യാഷ് ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ബാലൻസ് ഷീറ്റ് കിടക്കുന്ന ബാലൻസാണ് 6,000. പിന്നെ ഇസഡ് കൊണ്ടുവരുന്നതാണ് 1,750. വൈക്ക് കൊടുത്തു വിടുക 4,200. അയാൾക്ക് അപ്പം തന്നെ കൊടുക്കുക, അത് 4,200. എക്സ് 1,350 രൂപയുടെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി മറികടക്കാൻ വേണ്ടി 1,350 അയാൾ കൊണ്ടുവരണം. ബാക്കി ഇപ്പം ഈ വർഷം ക്യാഷ് ബാലൻസ് 2,200 ഉള്ളൂ. അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റേഴ്സിനും വ്യത്യാസമൊന്നുമില്ല. സൺട്രി ക്രെഡിറ്റേഴ്സ് 7,200 തന്നെയാണ് നിൽക്കുന്നത്. വൈയുടെ ലോൺ അക്കൗണ്ടിലേക്ക് ലൈബിലിറ്റിയാണ്, അത് 15,000 മാറ്റി. എക്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് 28,000 5/8, 28,000 ഇൻറ്റു 5/8 ആണ് അയാൾക്ക് വേണ്ടത്. അത് 17,500. പിന്നെ 28,000 3/8, 10,500 ഇസഡിനും. പിന്നെ പ്രൊവിഷൻ, ഒരു പുതിയ പ്രൊവിഷൻ ലൈബിലിറ്റി റൈസ് ചെയ്ത് ആ ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം. ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് ക്യാഷിൻ്റെ കിട്ടിയ ബാലൻസ് ആണ് ഇവിടെ കാണിക്കണം, 2,200. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് 6,500 650 ഈ വർഷം ക്രിയേറ്റ് ചെയ്ത്, അതായത് കഴിഞ്ഞെടുത്ത 300 ഈ വർഷത്തെ 350 കൂടെ കൂട്ടി 5,850 വരും. സ്റ്റോക്ക് കുറഞ്ഞു, പ്ലാന്റ് ആൻഡ് മെഷീനറി അതുപോലെ തന്നെ നിൽക്കും, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂടി. അങ്ങനെ ടോട്ടൽ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 50,950. ഇനി ബൈയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈയുടെ ലോണ് 15,000 ഈ ലോണിന് 6% ഇൻട്രസ്റ്റോടെ കൂട്ടി, അതായത് 900 കൂട്ടി 15,900. ഇത് ആദ്യത്തെ വർഷം, അതായത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ 15,000-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 5,000 വെച്ച് വരും. ഇങ്ങനെ ഒരു 5,000 രൂപ അതിൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റോടെ കൂട്ടി കൊടുക്കുന്നു. ബാക്കി 10,000 ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസ് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് 10,000-ൻ്റെ 6% ഇൻട്രസ്റ്റ് 600 അതിനോടുകൂടി കൂട്ടുന്നു. അപ്പോൾ 10,600 രണ്ടാം വർഷം ഇവിടെ നിൽക്കുന്നത്. 10,600. ഈ 10,600 നിന്ന് വീണ്ടും 5,000 ഇൻട്രസ്റ്റോടെ കൂട്ടി 5,600, ബാക്കി 5,000 നിൽക്കുന്നു. 5,000 അടുത്ത വർഷത്തേന് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. അതിന് 300 ഇൻട്രസ്റ്റ്. എന്നിട്ട് ആ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി 5,300 ആ വർഷം കൊടുത്ത് തീർക്കുന്നു. 5,300 തീർന്ന് പിന്നെ ബാലൻസ് ഇല്ല. അപ്പം ഈ രീതിയിലാണ് ഇവരുടെ ലോൺ അക്കൗണ്ട്, അതായത് റിട്ടയർ ആകുന്ന ആളുടെ ലോൺ അക്കൗണ്ട് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ കുറയ്ക്കുക. ആ ഗെയിനിങ് റേഷ്യോ വേണം ഇവിടെ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാൻ. അപ്പോൾ ഓരോരുത്തരും ഗുഡ് വില്ല് എങ്ങനെയാണ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജേണൽ എൻട്രി അനുസരിച്ചാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ പുതിയ പേയ്മെൻറ്റ് ക്യാപിറ്റലും ചെയ്യുന്നത് ഇതിനകത്ത് വർക്കിംഗ് നോട്ട് കാണിച്ചിട്ട് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക, വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇതോടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ അടുത്ത ക്ലാസ് വരും. താങ്ക് യു.